ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി തട്ടുദോശയാണ്. നമ്മുടെ കേരളത്തിൽ വൈകുന്നേരങ്ങളിൽ തട്ടുകടകളിൽ കോമൺ ആയിട്ട് കിട്ടുന്ന ഒന്നാണ് തട്ടുദോശ. അപ്പോൾ തട്ടുദോശയും കൂടെ തന്നെ ഓംലെറ്റും അതുപോലെ 2 ചട്നികളുമാണ് ഇന്നത്തെ ഒരു റെസിപ്പി. ആ ഒരു കോമ്പിനേഷൻ എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ നല്ല രുചിയിൽ ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഒരു തട്ടുദോശയുടെ കൂടെ കിട്ടുന്ന മെയിൻ ആയിട്ടുള്ള ഒന്നാണ് തേങ്ങാ ചമ്മന്തി. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണ് ചേർത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ എരിവ് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഈ ഒരു 1 ടേബിൾ സ്പൂൺ ഒക്കെ ചേർത്താൽ നല്ല എരിവുണ്ടാവും ഈ ഒരു 1/2 കപ്പ് തേങ്ങയ്ക്ക്. ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഞാനിവിടെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചതിന് ശേഷം ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഈ ഒരു ചമ്മന്തി നല്ല ലൂസായിട്ടുള്ള ചമ്മന്തിയാണ്. കൂടെ ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നല്ല ലൂസായിട്ടുള്ള ഒരു ചമ്മന്തി ആയതുകൊണ്ട് തന്നെ അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാം. തേങ്ങ വളരെ കുറച്ച് മതി, പക്ഷേ വെള്ളം കുറച്ച് കൂടുതൽ വേണം. അങ്ങനെയാണ് ആ ഒരു ചമ്മന്തിയുടെ ടെക്സ്ചർ കിട്ടുക. ഇനി ഇതിലേക്ക് ഒന്ന് താളിച്ചൊഴിക്കാൻ വേണ്ടി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് കടുക്, 2-3 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില ഒന്ന് താളിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ താളിച്ചൊഴിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ചമ്മന്തി ഒന്ന് ചൂടാക്കി എടുക്കാനുണ്ട്. അതിനുവേണ്ടി വളരെ ചെറിയ തീയിലിട്ടിട്ട് ഒന്നങ്ങ് ചൂടാക്കി എടുക്കുക. തിളപ്പിച്ചെടുക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് അതൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ആ ഒരു തേങ്ങയുടെ പച്ചക്കുത്ത് പോകാൻ വേണ്ടി മാത്രം ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. പിന്നീട് നമ്മുടെ ഈ ഒരു കോമ്പിനേഷനിലുള്ളതാണ് മുളക് കറി അല്ലെങ്കിൽ മുളക് ചമ്മന്തി. അത് റെഡിയാക്കാൻ 2 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടി തന്നെയാണ് ചേർത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം. 2 പിഞ്ച് കായപ്പൊടിയും 2 പിഞ്ച് ഉലുവപ്പൊടിയും കൂടി ചേർക്കാം. ഒരുപാടായി പോവരുത്, വളരെ കുറച്ച് മാത്രം ഉലുവയും അതുപോലെ കായവും വറുത്ത് പൊടിച്ച പൊടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി നല്ലപോലെ പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളത്തിലാണ് പിഴിഞ്ഞെടുത്തിട്ടുള്ളത്. അത് കൂടി ചേർത്തതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. കൂടെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം മീഡിയം വലിപ്പത്തിലുള്ള സവാള നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. വളരെ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നതാണ് നമ്മൾ ഈ ഒരു മുളക് കറിയിലേക്ക് ചേർക്കുന്നത്. മുളക് കറി റെഡിയാക്കാൻ വേണ്ടി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ വളരെ കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കുക. അപ്പോൾ നന്നായി ചൂടായതിനു ശേഷം വേണം കടുക് പൊട്ടിക്കാനായിട്ട്, എന്നാലാണ് ആ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടുക. ഇനി അതിലേക്ക് കുറച്ച് വറ്റൽമുളക്, കറിവേപ്പില, അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ച് സവാള മാറ്റി വെച്ചിട്ടുണ്ട് ഓംലെറ്റിന് വേണ്ടി. അപ്പോൾ ആ ഒരു സവാള അതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ ഒരു മുളക് കറിയിലേക്ക് ആവശ്യമുള്ള സവാള നല്ല പോലെ വഴണ്ട് കിട്ടണ്ട, ഒന്നങ്ങ് ചൂട് കയറി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് കിട്ടിയാൽ മതി. ആ ഒരു സമയത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുളകിൻ്റെയും പുളിയുടെയും അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു സെമി ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നത്. ഒന്നെങ്കിൽ കുറച്ച് നല്ല ഗ്രേവിയോടെ എടുക്കാം, അല്ലെങ്കിൽ നന്നായിട്ട് വറ്റിച്ചെടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. ഒരു സെമി ഗ്രേവി സ്റ്റൈലിലാണ് ഞാനിവിടെ എടുക്കുന്നത്.
പിന്നെ ഈ ഒരു മുളക് കറിയിലേക്കും ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിന് പകരം എരിവുള്ള മുളക് പൊടി ഇടാം, അല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടി കുറച്ചുകൂടി കൂടുതലിട്ടാൽ കുറച്ചുകൂടി കളർ ഉണ്ടാവും. സാധാരണ തട്ടുകടകളിൽ കിട്ടുന്ന ഈ ഒരു കറിക്ക് നല്ല കളർ ഉണ്ടാവും. കുറച്ചധികം കാശ്മീരി മുളക് പൊടി ഇടുന്നതുകൊണ്ടാണ്. കാശ്മീരി മുളക് പൊടി അല്ലെങ്കിൽ പിരിയം മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ എരിവ് കുറവായിരിക്കും, നല്ല കളറും ഉണ്ടാവും. അതെല്ലാം എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അതനുസരിച്ച് മാത്രം ഇടുക, അല്ലെങ്കിൽ നല്ല എരിവായി പോവും. ഈ ഒരു തട്ടുദോശയുടെ മെയിൻ ഐറ്റമാണ് സാധാരണ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഓംലെറ്റ്. ഒരുപാട് ചേരുവകളൊന്നും ചേർക്കാതെ ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കാം. 2 മുട്ട, ഒരു ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള പച്ചമുളക്, കുറച്ച് സവാള, അതുപോലെ ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഞാനിവിടെ ചെയ്യുന്നില്ല. സാധാരണ തട്ടുകടകളിൽ കുരുമുളക് പൊടി ആഡ് ചെയ്യൽ വളരെ കുറവാണ്. നല്ലപോലെ ഒന്ന് കലക്കിയെടുത്തതിന് ശേഷം മുട്ട പൊരിച്ചെടുക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക. അതിന് ശേഷം സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കുക. ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ദോശയാണ് ചുട്ടെടുക്കേണ്ടത്. അപ്പോൾ ദോശമാവ് ഉണ്ടാക്കുന്ന റെസിപ്പി ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അരി, ഉഴുന്ന്, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്തിട്ട് അരച്ച് വെച്ചിട്ടുള്ള ദോശമാവാണ്. നല്ലതുപോലെ പൊന്തി പുളിച്ച മാവാണ് ഇതിന് വേണ്ടത്. ഏകദേശം 8-9 മണിക്കൂർ നല്ലപോലെ ഇരുന്നിട്ട് പൊന്തിയിട്ടുള്ള മാവ് വേണം എടുക്കാൻ. അതുപോലെ ഈ ഒരു ദോശ ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം മാവ് ഒഴിച്ചിട്ട് കട്ടിയിലാണ് ഉണ്ടാക്കേണ്ടത്. ചെറിയ സൈസിലാണ് ഉണ്ടാക്കേണ്ടത്. അതുപോലെ നല്ല ചൂടുള്ള പാനിലേക്ക് ഒഴിക്കുക. ഇതുപോലെ ഒന്ന് ഹോൾസ് വരുന്ന സമയത്ത് അതിന് മുകളിലേക്ക് എണ്ണയോ നെയ്യോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് എണ്ണയും നെയ്യും കൂടി മിക്സ് ആക്കിയിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ മുകളിലൊന്ന് ഇറ്റിച്ച് കൊടുത്താൽ മതി. അതിനുശേഷം ഇത് ഒരു സൈഡ് ആവുമ്പോൾ അടുത്ത സൈഡ് ഇതുപോലെ ഒന്ന് മറിച്ചിടുക. അപ്പോൾ ഒരു സൈഡ് നല്ലപോലെ ഇതുപോലെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ടാവും. ആ ഒരു കളറാണ് തട്ടുദോശയുടെ ഹൈലൈറ്റ്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ആ ഒരു മണവും ആ ഒരു കളറും എല്ലാമാണ് ഈ ഒരു ദോശയുടെ ടേസ്റ്റ് തരുന്നത്. ഈ ഒരു ദോശയുടെ കൂടെയുള്ള ബാക്കി കോമ്പിനേഷനുകളും കൂടി ആവുമ്പോഴത്തേക്കും ഇത് റെഡി ആയിക്കോളും. അപ്പോൾ ഞാനിവിടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വളരെ ഈസിയാണ്. ഇപ്പോൾ തട്ടുകടകളൊന്നും ഇല്ലെങ്കിലും തട്ടുദോശ മിസ് ചെയ്യുന്നവർക്കെല്ലാം ഇത് ട്രൈ ചെയ്യാം. 100% അടിപൊളി ടേസ്റ്റാണ്. വളരെ ഈസിയാണ്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പോൾ ഇൻഗ്രീഡിയൻസും മെത്തേഡ്സും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ചെക്ക് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.